ശാന്തി 2-10-24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഓർമ്മയിൽ ഇരുന്ന് ഓരോ കർമ്മവും ചെയ്യൂ. അപ്പോൾ അനേകർക്ക് നിങ്ങളുടെ സാക്ഷാത്കാരം ഉണ്ടായിക്കൊണ്ടിരിക്കും. ചോദ്യം: സംഗമയുഗത്തിൽ ഏത് വിധിയിലൂടെ തൻ്റെ ഹൃദയത്തെ ശുദ്ധം അഥവാ പവിത്രമാക്കുവാൻ സാധിക്കും? ഉത്തരം: ഓർമ്മയിലിരുന്ന് ആഹാരം ഉണ്ടാക്കൂ, ഓർമ്മയിൽ കഴിക്കൂ, അപ്പോൾ ഹൃദയം ശുദ്ധമാകും. സംഗമയുഗത്തിൽ ബ്രാഹ്മണരായ നിങ്ങളിലൂടെ ഉണ്ടാക്കപ്പെട്ട പവിത്ര ബ്രഹ്മഭോജനം ദേവതമാർക്കും വളരെയധികം ഇഷ്ടമാണ്. ആർക്ക് ബ്രഹ്മഭോജനത്തോട് ആദരവുണ്ടായിരിക്കുന്നുവോ അവർ താലം കഴുകി കുടിക്കുക പോലും ചെയ്യുന്നു. മഹിമയും വളരെയധികമുണ്ട്. ഓർമ്മയിൽ ഉണ്ടാക്കപ്പെട്ട ഭോജനം കഴിക്കുന്നതിലൂടെ ശക്തി ലഭിക്കുന്നു, ഹൃദയം ശുദ്ധമാകുന്നു. ഓം ശാന്തി. സംഗമത്തിൽ തന്നെയാണ് ബാബ വരുന്നത്. ദിവസവും കുട്ടികളോട് പറയേണ്ടി വരുന്നു, ആത്മീയ പിതാവ് ആത്മീയ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളെ സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ എന്ന് എന്തുകൊണ്ട് പറയുന്നു? കുട്ടികൾക്ക് ഈ ഓർമ്മയുണ്ടാകണം. തീർച്ചയായും പരിധിയില്ലാത്ത ബാബയാണ് ആത്മാക്കളെ പഠിപ്പിക്കുകയാണ്. സർവീസിനു വേണ്ടി ഭിന്ന ഭിന്ന പോയിന്റ്സിൻ്റെ മേൽ മനസ്സിലാക്കിച്ചു തരുന്നു. കുട്ടികൾ പറയുന്നു, സർവീസ് ഇല്ല, നമ്മൾ പുറത്ത് എങ്ങനെ സർവീസ് ചെയ്യും? ബാബ സർവീസിനുള്ള യുക്തികൾ വളരെയധികം സഹജമായി പറഞ്ഞു തരുന്നു. ചിത്രം കയ്യിലുണ്ടാകണം. രഘുനാഥൻ്റെ കറുത്ത ചിത്രവും ഉണ്ടായിരിക്കണം, വെളുത്തതും ഉണ്ടായിരിക്കണം. ശ്രീകൃഷ്ണൻ്റെയും ശ്രീനാരായണൻ്റെയും ചിത്രം വെളുത്തതും ഉണ്ടായിരിക്കണം, കറുത്തതും ഉണ്ടായിരിക്കണം. ചെറിയ ചിത്രം ആയാലും മതി. ശ്രീകൃഷ്ണൻ്റെ ഇത്രയും ചെറിയ ചിത്രവും ഉണ്ടാക്കുന്നു. നിങ്ങൾക്ക് ക്ഷേത്രത്തിലെ പൂജാരിയോട് ചോദിക്കാൻ സാധിക്കും, ഇവർ യഥാർത്ഥത്തിൽ വെളുപ്പായിരുന്നു എന്നിരിക്കെ എന്തുകൊണ്ടാണ് കറുപ്പാക്കിയിരിക്കുന്നത്? വാസ്തവത്തിൽ ശരീരം കറുപ്പായിരിക്കുകയില്ലല്ലോ. നിങ്ങളുടെ അടുക്കൽ വളരെ നല്ല വെളുത്തതുമുണ്ട്, പക്ഷേ ഇവരെ എന്തുകൊണ്ട് കറുപ്പാക്കിയിരിക്കുന്നു? ഇത് കുട്ടികളായി നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തന്നു. ആത്മാവ് എങ്ങനെയാണ് ഭിന്ന ഭിന്ന നാമരൂപം ധാരണ ചെയ്ത് താഴെ ഇറങ്ങുന്നത്? എപ്പോൾ മുതൽ കാമചിതയിൽ കയറുന്നു അപ്പോൾ മുതൽ കറുപ്പാകുന്നു. ജഗന്നാഥിലും ശ്രീനാഥിലും അനേകം യാത്രക്കാർ തീർത്ഥാടകരുണ്ട്. നിങ്ങൾക്ക് ക്ഷണവും ലഭിക്കുന്നു. പറയൂ, നമ്മൾ ശ്രീനാഥൻ്റെ 84 ജന്മങ്ങളുടെ ജീവിത കഥ കേൾപ്പിക്കുന്നു. സഹോദരി സഹോദരന്മാരെ, വന്ന് കേൾക്കൂ. ഇങ്ങനെയുള്ള പ്രഭാഷണം മറ്റാർക്കും ചെയ്യാൻ സാധിക്കില്ല. ഇവർ കറുപ്പായത് എന്തുകൊണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിക്കാൻ സാധിക്കും. ഓരോരുത്തർക്കും പാവനത്തിൽ നിന്നും പതീതം തീർച്ചയായും ആകേണ്ടതുണ്ട്. ദേവതമാർ വാമമാർഗത്തിൽ പോയപ്പോൾ അവരെ കറുപ്പാക്കി. കാമചിതയിൽ ഇരിക്കുന്നതിലൂടെ അയണേഷ്ടായി മാറുന്നു. അയണിൻ്റെ കളർ കറുപ്പാണ്, സ്വർണത്തിൻ്റേത് ഗോൾഡൻ. അതിനെ വെളുപ്പ് എന്ന് പറയും. അവർ തന്നെ വീണ്ടും 84 ജന്മങ്ങൾക്കു ശേഷം കറുപ്പാകുന്നു. ഏണിപ്പടിയുടെ ചിത്രവും തീർച്ചയായും കയ്യിലുണ്ടായിരിക്കണം. ഏണിപ്പടിയും വലുതായിരിക്കണം. എങ്കിൽ ആർക്കും ദൂരെ നിന്ന് തന്നെ നല്ല രീതിയിൽ കാണുവാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കും, ഭാരതത്തിൻ്റെ ഗതി ഇതാണ്. ഉയർച്ചയും പതനവും എന്ന് എഴുതിയിട്ടുമുണ്ട്. കുട്ടികൾക്ക് സർവീസിൻ്റെ വളരെയധികം താല്പര്യം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. മനസ്സിലാക്കിച്ചു കൊടുക്കണം, ഈ ലോകത്തിൻ്റെ ചക്രം എങ്ങനെ തിരിയുന്നു. ഗോൾഡൻ ഏജ്, സിൽവർ ഏജ്, കോപ്പർ ഏജ്, പിന്നെ ഈ പുരുഷോത്തമ സംഗമയുഗവും കാണിച്ചു കൊടുക്കണം. വളരെയധികം ചിത്രങ്ങൾ എടുക്കേണ്ടതില്ല. ഭാരതത്തിനെ സംബന്ധിച്ച് ഏണിപ്പടിയുടെ ചിത്രം മുഖ്യമായതാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ വീണ്ടും പതീതത്തിൽ നിന്നും പാവനം നിങ്ങൾക്ക് എങ്ങനെ ആകുവാൻ സാധിക്കും? പതീത പാവനൻ ഒരേ ഒരു ബാബയാണ്.
ആ ഒന്നിനെ ഓർമ്മിക്കുന്നതിലൂടെ സെക്കൻഡിൽ ജീവൻ മുക്തി ലഭിക്കുന്നു. കുട്ടികളായ നിങ്ങളിൽ ഈ മുഴുവൻ ജ്ഞാനവുമുണ്ട്. മറ്റുള്ളവരെല്ലാം അജ്ഞാന നിദ്രയിൽ ഉറങ്ങുകയാണ്. ഭാരതം ജ്ഞാനത്തിലായിരുന്നപ്പോൾ വളരെ സമ്പന്നമായിരുന്നു. ഇപ്പോൾ ഭാരതം അജ്ഞാനത്തിലാണ്. അപ്പോൾ എത്ര ദരിദ്രമാണ്. ജ്ഞാനിയായ മനുഷ്യരും അജ്ഞാനിയായ മനുഷ്യരും ഉണ്ടല്ലോ. ദേവീദേവന്മാരും മനുഷ്യരും പ്രസിദ്ധമാണ്. ദേവതമാർ സത്യത്രേതായുഗങ്ങളിലും മനുഷ്യർ ദ്വാപര കലിയുഗത്തിലുമാണ്. കുട്ടികളുടെ ബുദ്ധിയിൽ സർവീസ് എങ്ങനെ ചെയ്യാം എന്നത് സദാ ഉണ്ടായിരിക്കണം. അതും ബാബ മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. ഏണിപ്പടിയുടെ ചിത്രം മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിനായി വളരെ നല്ലതാണ്. ബാബ പറയുന്നു, ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരിക്കൂ. ശരീര നിർവ്വഹണത്തിന് വേണ്ടി തൊഴിലും മറ്റും ചെയ്യുക തന്നെ വേണം. ഭൗതിക വിദ്യയും പഠിക്കേണ്ടതുണ്ട്. പിന്നെ ഏതൊരു സമയം ലഭിക്കുന്നോ അപ്പോൾ സർവീസിന് വേണ്ടി ചിന്തിക്കണം. നമ്മൾ മറ്റുള്ളവരുടെ മംഗളം എങ്ങനെ ചെയ്യട്ടെ. ഇവിടെയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പേരുടെ മംഗളം ചെയ്യാൻ സാധിക്കുന്നില്ല. ഇവിടെ വരുന്നത് തന്നെ ബാബയുടെ മുരളി കേൾക്കുവാനാണ്. ഇതിൽ തന്നെയാണ് ഇന്ദ്രജാലമുള്ളത്. ബാബയെ ഇന്ദ്രജാലക്കാരൻ എന്ന് പറയുന്നുവല്ലോ. ഇങ്ങനെ പാടുന്നുമുണ്ട്, നിന്റെ മുരളിയിൽ ഇന്ദ്രജാലമാണ്. നിന്റെ വായിൽ നിന്നും മുഴങ്ങുന്ന മുരളിയിൽ ഇന്ദ്രജാലമുണ്ട്. മനുഷ്യനിൽ നിന്നും ദേവതയായി മാറുന്നു. ബാബയല്ലാതെ ഇങ്ങനെ മറ്റൊരു ഇന്ദ്രജാലക്കാരനില്ല. മനുഷ്യനിൽ നിന്നും ദേവതയാക്കുവാൻ സമയം വേണ്ടി വന്നില്ല എന്ന മഹിമയുമുണ്ട്. പഴയ ലോകത്തിൽ നിന്നും പുതിയ ലോകം തീർച്ചയായും ഉണ്ടാകേണ്ടതുണ്ട്. പഴയതിൻ്റെ വിനാശവും തീർച്ചയായും ഉണ്ടാകണം. ഈ സമയത്ത് നിങ്ങൾ രാജയോഗം പഠിക്കുന്നു. അപ്പോൾ തീർച്ചയായും രാജാവും ആകണം. ഇപ്പോൾ കുട്ടികളായി നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, 84 ജന്മങ്ങൾക്ക് ശേഷം വീണ്ടും ആദ്യ നമ്പറിലെ ജന്മം വേണം. കാരണം വേൾഡിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും റിപ്പീറ്റ് ആകുന്നു. സത്യത്രേതായുഗങ്ങളിൽ എന്തെല്ലാം ഉണ്ടായിരുന്ന ശേഷം പോയോ അത് വീണ്ടും തീർച്ചയായും റിപ്പീറ്റ് ആകേണ്ടതുണ്ട്. നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണെങ്കിലും ബുദ്ധിയിൽ ഇത് ഓർമ്മിക്കണം. നമ്മൾ തിരികെ പോകുന്നു. പിന്നെ സദോ പ്രധാന ദേവീ ദേവതയാകുന്നു. അവരെ ദേവത എന്നാണ് പറയുന്നത്. ഇപ്പോൾ മനുഷ്യരിൽ ദൈവിക ഗുണങ്ങളില്ല. സർവീസ് നിങ്ങൾക്ക് എവിടെയും ചെയ്യുവാൻ സാധിക്കും. എത്ര തന്നെ ജോലിയും മറ്റും ഉണ്ടായിരുന്നാലും ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരുന്നു കൊണ്ടും സമ്പാദ്യം ചെയ്തുകൊണ്ടിരിക്കണം. ഇതിൽ മുഖ്യ കാര്യമാണ് പവിത്രതയുടേത്. പ്യൂരിറ്റി ഉണ്ടെങ്കിൽ പീസും പ്രോസ്പെറിറ്റിയും ഉണ്ട്. കംപ്ലീറ്റ് പ്യുവറായി കഴിഞ്ഞുവെങ്കിൽ പിന്നെ ഇവിടെ ഇരിക്കുവാൻ സാധിക്കില്ല. കാരണം നമുക്ക് ശാന്തിധാമത്തിലേക്ക് തീർച്ചയായും പോകേണ്ടതുണ്ട്. ആത്മാവ് പ്യുവറായി മാറിയെങ്കിൽ പിന്നെ ആത്മാവിന് ഈ പഴയ ശരീരത്തോടൊപ്പം ഇരിക്കേണ്ടതില്ല. ഇത് ഇംപ്യുവർ ആണല്ലോ. 5 തത്വങ്ങളെ ഇംപ്യുവറാണ്. ശരീരവും ഇതിനാൽ തന്നെയാണ് ഉണ്ടാക്കപ്പെടുന്നത്. ഇതിനെ മണ്ണിൻ്റെ പാവ എന്ന് പറയുന്നു. 5 തത്വങ്ങൾ കൊണ്ടുള്ള ശരീരം ഒന്ന് ഇല്ലാതാകുന്നു, മറ്റൊന്ന് ഉണ്ടാകുന്നു. ആത്മാവ് ഉണ്ടായിരിക്കുക തന്നെ ചെയ്യുന്നു. ആത്മാവ് ഉണ്ടാകുന്ന ഒരു വസ്തുവല്ല. ശരീരം ആദ്യം എത്ര ചെറുതാണ്, പിന്നെ എത്ര വലുതാകുന്നു, എത്ര ഓർഗൻസ് ലഭിക്കുന്നു. അതിലൂടെ ആത്മാവ് മുഴുവൻ പാർട്ടും അഭിനയിക്കുന്നു. ഈ ലോകമേ വണ്ടർഫുള്ളാണ്. ഏറ്റവും വണ്ടർഫുള്ളാണ് ബാബ. ആ ഒന്ന് ആത്മാക്കളുടെ പരിചയം നൽകുന്നു. നമ്മൾ ആത്മാവ് എത്ര ചെറുതാണ്. ആത്മാവ് പ്രവേശിക്കുന്നു. ഓരോ വസ്തുവും വണ്ടർഫുള്ളാണ്. മൃഗങ്ങളുടെയും മറ്റും ശരീരം എങ്ങനെ ഉണ്ടാകുന്നു? വണ്ടറാണല്ലോ. ആത്മാവ് എല്ലാത്തിലും ആ ചെറുത് തന്നെയാണ്. ആന എത്ര വലുതാണ്, അതിൽ ഇത്രയും ചെറിയ ആത്മാവ് പോയിരിക്കുന്നു. ബാബ മനുഷ്യ ജന്മത്തിൻ്റെ തന്നെ കാര്യമാണ് മനസ്സിലാക്കിക്കുന്നത്. മനുഷ്യർ എത്ര ജന്മമെടുക്കുന്നു? 84 ലക്ഷം ജന്മങ്ങളല്ല. എത്ര ധർമ്മമുണ്ടോ അത്രയും വെറൈറ്റി ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. ഓരോ ആത്മാവും എത്ര ഫീച്ചേഴ്സിൻ്റെ ശരീരം എടുക്കുന്നു? വണ്ടറാണല്ലോ.
പിന്നെ എപ്പോഴാണോ ചക്രം റിപ്പീറ്റ് ആകുന്നത്, അപ്പോൾ ഓരോ ജന്മത്തിലും ഫീച്ചേഴ്സ്, നാമം, രൂപം തുടങ്ങിയവ മാറുന്നു. കറുത്ത കൃഷ്ണൻ, വെളുത്ത കൃഷ്ണൻ എന്നൊന്നും പറയില്ല. അങ്ങനെയല്ല. കൃഷ്ണന്റെ ആത്മാവ് ആദ്യം വെളുപ്പായിരുന്നു, പിന്നെ 84 ജന്മങ്ങൾ എടുത്തെടുത്ത് കറുപ്പാകുന്നു. നിങ്ങളുടെ ആത്മാവും ഭിന്ന ഭിന്ന ഫീച്ചേഴ്സ്, ഭിന്ന ഭിന്ന ശരീരവും സ്വീകരിച്ച് പാർട്ട് അഭിനയിക്കുന്നു. ഇതും ഡ്രാമയാണ്. കുട്ടികളായി നിങ്ങൾക്ക് ഒരിക്കലും ഒരു ചിന്തയും ഉണ്ടാകുവാൻ പാടില്ലാത്തതാണ്. എല്ലാവരും ആക്ടേഴ്സാണ്. ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്നെടുത്ത് വീണ്ടും പാർട്ട് അഭിനയിക്കുക തന്നെ വേണം. ഓരോ ജന്മത്തിലും സംബന്ധവും മറ്റും മാറുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഇത് മുൻകൂട്ടി തയ്യാറാക്കപ്പെട്ട ഡ്രാമയാണ്. ആത്മാവ് തന്നെയാണ് 84 ജന്മം എടുത്തെടുത്ത് തമോ പ്രധാനമായത്. ഇപ്പോൾ വീണ്ടും ആത്മാവിന് സതോ പ്രധാനം ആകേണ്ടതുണ്ട്. പാവനം തീർച്ചയായും ആകേണ്ടതുണ്ട്. പാവന സൃഷ്ടി ഉണ്ടായിരുന്നു, ഇപ്പോൾ പതീതമാണ്, വീണ്ടും പാവനമാകേണ്ടതുണ്ട്. സതോ പ്രധാനം, തമോ പ്രധാനം എന്ന വാക്കുണ്ടല്ലോ. സതോ പ്രധാന സൃഷ്ടി, പിന്നെ സതോ, രജോ, തമോ സൃഷ്ടി. ഇപ്പോൾ ഏതൊന്നാണോ തമോ പ്രധാനമായിരിക്കുന്നത് അത് തന്നെ വീണ്ടും എങ്ങനെ സതോ പ്രധാനമാകും? പതിതത്തിൽ നിന്നും പാവനം എങ്ങനെയാകും? മഴവെള്ളത്തിലൂടെ പാവനമാവുകയില്ല. മഴ കാരണം മനുഷ്യരുടെ മൃത്യുവും ഉണ്ടാകുന്നു, ഫ്ലഡ്സ് ഉണ്ടാകുന്നു. അപ്പോൾ എത്ര പേർ മുങ്ങിപ്പോകുന്നു? ഇപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു, ഈ എല്ലാ ഖണ്ഡങ്ങളും ഉണ്ടായിരിക്കില്ല. നാച്ചുറൽ കലാമിറ്റീസും സഹായിക്കും. എത്ര അനേകം മനുഷ്യരും മൃഗങ്ങളും മറ്റും ഒഴുകി പോകുന്നു. ജലത്തിലൂടെ പാവനമായി മാറുന്നു എന്നൊന്നുമല്ല. അതാകട്ടെ ശരീരമാണ് പോകുന്നത്. ശരീരങ്ങൾക്കല്ല പതിതത്തിൽ നിന്നും പാവനമാകേണ്ടത്. പാവനമാകേണ്ടത് ആത്മാവിനാണ്. അതും പതീത പാവനൻ ഒരേ ഒരു ബാബയാണ്. അവർ ജഗത് ഗുരു എന്ന് വിളിക്കപ്പെടുന്നുവെങ്കിലും ഗുരുവിൻ്റെ ജോലിയാണ് സദ്ഗതി നൽകുക എന്നത്. അതാകട്ടെ ഒരേ ഒരു ബാബയാണ് സദ്ഗതി ദാതാവ്. ബാബയാകുന്ന സദ്ഗുരു തന്നെയാണ് സദ്ഗതി നൽകുന്നത്. ബാബ വളരെയധികം മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. ഇദ്ദേഹവും കേൾക്കുന്നുവല്ലോ. ഗുരുക്കന്മാരും അരികിൽ ശിഷ്യനെ ഇരുത്തുന്നു പഠിപ്പിക്കുന്നതിനു വേണ്ടി. ഈ ഒന്നും ആ ഒന്നിൻ്റെ അരികിലിരിക്കുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. ഇദ്ദേഹവും മനസ്സിലാക്കിക്കൊണ്ടുണ്ടാകുമല്ലോ. അതിനാൽ ഗുരു ബ്രഹ്മ നമ്പർ 1 പോകുന്നു. ശങ്കരനെ കുറിച്ച് പറയുന്നു, കണ്ണ് തുറക്കുന്നതിലൂടെ ഭസ്മമാക്കുന്നു എന്ന്. പിന്നെ ശങ്കരനെ ഗുരു എന്ന് പറയാൻ പാടില്ലാത്തതാണ്. എന്നിരുന്നാലും ബാബു പറയുന്നു, കുട്ടികളെ എന്നെ മാത്രം ഓർമ്മിക്കൂ. പല കുട്ടികളും പറയുന്നു, ഇത്രയും തൊഴിൽ കാര്യങ്ങളുടെ ചിന്തയിൽ ഇരുന്നു കൊണ്ട് നമ്മൾ സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ എങ്ങനെ ഓർമ്മിക്കും? ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഭക്തിമാർഗത്തിലും നിങ്ങൾ ഹേ ഈശ്വര, ഹേ ഭഗവാനെ എന്നും പറഞ്ഞ് ഓർമ്മിക്കുന്നുവല്ലോ. ഓർമ്മിക്കുന്നത് ഏതെങ്കിലും ദുഃഖമുണ്ടാകുമ്പോഴാണ്. മരിക്കാറാകുന്ന സമയത്തും പറയുന്നു, രാമ രാമ എന്ന് പറയൂ. രാമനാമത്തിൻ്റെ ദാനം നൽകുന്ന ധാരാളം പ്രസ്ഥാനങ്ങളുണ്ട്. ഏതുപോലെ നിങ്ങൾ ജ്ഞാനത്തിൻ്റെ ദാനം നൽകുന്നു, അവർ പിന്നെ പറയുന്നു രാമ എന്ന് പറയൂ, രാമ എന്ന് പറയൂ. നിങ്ങൾ പറയുന്നു ശിവ് ബാബയെ ഓർമ്മിക്കൂ. അവരാണെങ്കിൽ ശിവനെ അറിയുന്നതേയില്ല, വെറുതെ രാമ രാമ എന്ന് പറയുന്നു. ഇപ്പോൾ പരമാത്മാവ് എല്ലാവരിലും ഉണ്ടെങ്കിൽ രാമ എന്ന് പറയൂ എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു, രാമനെയോ കൃഷ്ണനെയോ പരമാത്മാവ് എന്ന് പറയില്ല. അവരെ ദേവത എന്നാണ് പറയുന്നത്. അവരുടെയും കലകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓരോ വസ്തുവിൻ്റെയും കല കുറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നു. വസ്ത്രവും ആദ്യം പുതിയതും പിന്നെ പഴയതും ആകുന്നു. ബാബ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിച്ചു തരുന്നു. എന്നിട്ടും പറയുന്നു, എൻ്റെ മധുരമധുരമായ ആത്മീയ കുട്ടികളെ, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. സ്മരിച്ച് സ്മരിച്ച് സുഖം നേടൂ. ഇവിടെയാണെങ്കിൽ ദുഃഖധാമമാണ്.
ബാബയെയും സമ്പത്തിനെയും ഓർമ്മിക്കൂ. ഓർമ്മിച്ച് അളവറ്റ സുഖം നേടും. കലഹക്ലേശങ്ങൾ, രോഗം തുടങ്ങി എന്തെല്ലാമുണ്ടോ എല്ലാം ഒഴിഞ്ഞു പോകും. നിങ്ങൾ 21 ജന്മങ്ങളിലേക്ക് നിരോഗിയായി മാറുന്നു. ദേഹത്തിൻ്റെ എല്ലാ കലഹക്ലേശങ്ങളും ഇല്ലാതാകട്ടെ. ജീവൻ മുക്ത പദം നേടൂ. പാടുന്നു, പക്ഷേ ആക്റ്റിൽ വരുന്നില്ല. നിങ്ങൾക്ക് ബാബ പ്രാക്ടിക്കലിൽ മനസ്സിലാക്കിച്ചു തരുന്നു. ബാബയെ സ്മരിക്കൂ, എങ്കിൽ നിങ്ങളുടെ എല്ലാ മനോകാമനകളും പൂർത്തിയാകും. സുഖം അനുഭവിക്കുന്നവരാകും. ശിക്ഷ അനുഭവിച്ച് ഒരു കഷ്ണം റൊട്ടി കഴിക്കുന്നത് നല്ലതല്ല. എല്ലാവർക്കും ഫ്രഷ് റൊട്ടിയാണ് ഇഷ്ടം തോന്നുന്നത്. ഇക്കാലത്താണെങ്കിൽ എണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അവിടെയാണെങ്കിൽ നെയ്യുടെ നദികൾ ഒഴുകുന്നു. കുട്ടികൾ ബാബയെ സ്മരിക്കണം. ഇവിടെ ഇരുന്നു കൊണ്ട് ബാബയെ ഓർമ്മിക്കൂ എന്ന് ബാബ പറയുന്നില്ല. അങ്ങനെയല്ല. നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും ശിവ് ബാബയെ ഓർമ്മിക്കണം. ജോലിയും മറ്റും ചെയ്യണം. ബാബയുടെ ഓർമ്മ ബുദ്ധിയിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ലൗകിക പിതാവിൻ്റെ കുട്ടികൾ തൊഴിലും മറ്റും ചെയ്യുമ്പോൾ ഓർമ്മ ഉണ്ടായിരിക്കുന്നുവല്ലോ. ആര് തന്നെ ചോദിച്ചാലും നമ്മൾ ആരുടെ കുട്ടിയാണ് എന്ന് ഉടൻ പറയും. ബുദ്ധിയിൽ പിതാവിൻ്റെ പ്രോപ്പർട്ടിയും ഓർമ്മയുണ്ടായിരിക്കും. നിങ്ങളും ബാബയുടെ കുട്ടികളായിരിക്കുകയാണ്. അപ്പോൾ പ്രോപ്പർട്ടിയും ഓർമ്മയുണ്ട്. ബാബയെയും ഓർമ്മിക്കണം. മറ്റാരുമായും സംബന്ധമില്ല. ആത്മാവിൽ തന്നെയാണ് മുഴുവൻ പാർട്ടും അടങ്ങിയിട്ടുള്ളത്. അത് എമർജ് ആകുന്നു. ഈ ബ്രാഹ്മണ കുലത്തിൽ കൽപ്പകൽപ്പങ്ങളിൽ നിങ്ങളുടെ ഏതൊരു പാർട്ട് നടന്നുവോ അത് തന്നെ എമർജായിക്കൊണ്ടിരിക്കുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. ഭക്ഷണം തയ്യാറാക്കൂ, മധുരം ഉണ്ടാക്കൂ, ശിവ് ബാബയെ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കൂ. ശിവ് ബാബയെ ഓർമ്മിച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ മധുരം കഴിക്കുന്നവരുടെയും മംഗളമുണ്ടാകും. ചിലപ്പോൾ സാക്ഷാത്കാരവും ഉണ്ടായേക്കാം. ബ്രഹ്മാവിൻ്റെയും സാക്ഷാത്കാരം ഉണ്ടായേക്കാം. ശുദ്ധ അന്നമാണ് കഴിക്കപ്പെടുന്നതെങ്കിൽ ബ്രഹ്മാവിൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും ശിവൻ്റെയും സാക്ഷാത്കാരം ഉണ്ടായേക്കാം. ബ്രഹ്മാവ് ഇവിടെയാണുള്ളത്. ബ്രഹ്മകുമാർ കുമാരിമാരുടെ നാമം ഉണ്ടാകുന്നുവല്ലോ. വളരെ പേർക്ക് സാക്ഷാത്കാരം ഉണ്ടായിക്കൊണ്ടിരിക്കും. കാരണം ബാബയെ ഓർമ്മിക്കുന്നുവല്ലോ. ബാബ യുക്തികൾ വളരെയധികം പറഞ്ഞു തരുന്നു. അവർ വായ് കൊണ്ട് രാമ രാമ എന്ന് പറയുന്നു. നിങ്ങൾക്ക് വായ് കൊണ്ട് ഒന്നും പറയേണ്ടതില്ല. ഗുരു നാനാക്കിന് ഭോഗ് വെച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് അവർ മനസ്സിലാക്കുന്നത് പോലെ നിങ്ങളും മനസ്സിലാക്കുന്നു. നമ്മൾ ശിവ് ബാബയ്ക്ക് ഭോഗ് വയ്ക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കുന്നു. ശിവ് ബാബയെ ഓർമ്മിച്ച് ഉണ്ടാക്കുമെങ്കിൽ വളരെ പേരുടെ മംഗളം ഉണ്ടായേക്കാം. ആ ഭോജനത്തിൽ ശക്തി ഉണ്ടാകുന്നു. അതിനാൽ ബാബ ഭോജനം ഉണ്ടാക്കുന്നവരോടും പറയുന്നു, ശിവ് ബാബയെ ഓർമ്മിച്ചാണോ ഉണ്ടാക്കുന്നത്? ശിവ് ബാബയെ ഓർമ്മയുണ്ടോ എന്ന് എഴുതിയിട്ടുമുണ്ട്. ഓർമ്മയിലിരുന്ന് ഉണ്ടാക്കുമെങ്കിൽ കഴിക്കുന്നവർക്കും ശക്തി ലഭിക്കും, ഹൃദയം ശുദ്ധമാകും. ബ്രഹ്മഭോജനത്തിൻ്റെ മഹിമയും ഉണ്ടല്ലോ. ബ്രാഹ്മണരാൽ ഉണ്ടാക്കപ്പെട്ട ഭോജനം ദേവതമാരും ഇഷ്ടപ്പെടുന്നു. ഇതും ശാസ്ത്രങ്ങളിലുണ്ട്. ബ്രാഹ്മണരാൽ ഉണ്ടാക്കപ്പെട്ട ഭോജനം കഴിക്കുന്നതിലൂടെ ബുദ്ധി ശുദ്ധമാകുന്നു, ശക്തി നിലനിൽക്കുന്നു. ബ്രഹ്മഭോജനത്തിന് വളരെ മഹിമയുണ്ട്. ബ്രഹ്മഭോജനത്തോട് ആർക്ക് ആദരവുണ്ടോ അവർ താലം കഴുകി കുടിക്കുക പോലും ചെയ്യുന്നു. വളരെ ഉയർന്നതായി മനസ്സിലാക്കുന്നു. ഭോജനമില്ലാതെ ഇരിക്കാൻ സാധിക്കില്ല. ക്ഷാമം ഉണ്ടാകുമ്പോൾ ഭോജനമില്ലാതെ മരിച്ചു പോകുന്നു. ആത്മാവ് തന്നെയാണ് ആഹാരം കഴിക്കുന്നത്. ഈ ഓർഗൻസിലൂടെ സ്വാദ് അത് എടുക്കുന്നു. നല്ലതെന്നോ മോശമെന്നോ ആത്മാവാണല്ലോ പറഞ്ഞത്. ഇത് വളരെ സ്വാദിഷ്ടമാണ്, ശക്തിയുള്ളതാണ്. മുന്നോട്ട് പോകവേ നിങ്ങൾ ഉന്നതി പ്രാപിക്കുന്നതനുസരിച്ച് അങ്ങനെയുള്ള ഭോജനവും നിങ്ങൾക്ക് ലഭിക്കും. അതിനാൽ കുട്ടികളോട് പറയുന്നു, ശിവ് ബാബയെ ഓർമ്മിച്ച് ഭോജനം ഉണ്ടാക്കൂ. ബാബ എന്ത് മനസ്സിലാക്കിക്കുന്നുവോ അതിനെ പ്രവൃത്തിയിൽ കൊണ്ടുവരേണ്ടതാണല്ലോ. നിങ്ങൾ
പിതാവിൻ്റെ വീട്ടിലിരിക്കുന്നവരാണ് അമ്മായി അച്ഛൻ്റെ വീട്ടിലേക്ക് പോകുന്നു. സൂക്ഷ്മവതനത്തിലും പരസ്പരം കണ്ടുമുട്ടുന്നു. ഭോഗ് കൊണ്ടുപോകുന്നു. ദേവതമാർക്ക് ഭോഗ് വയ്ക്കുന്നുവല്ലോ. ദേവതമാർ വരുന്നു. നിങ്ങൾ ബ്രാഹ്മണർ അവിടെ പോകുന്നു. അവിടെ സഭ കൂടുന്നു. ശരി. മധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഒരു കാര്യത്തെക്കുറിച്ചും ആകുലപ്പെടേണ്ടതില്ല. കാരണം ഈ ഡ്രാമ തികച്ചും ആക്യുറേറ്റായി ഉണ്ടാക്കപ്പെട്ടതാണ്. എല്ലാ ആക്ടേഴ്സും ഇതിൽ അവരവരുടെ പാർട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. ജീവൻ മുക്തപദം നേടുന്നതിനും സദാ സുഖം അനുഭവിക്കുന്നവർ ആകുന്നതിനും വേണ്ടി ഉള്ളിൽ ഒരു ബാബയെ തന്നെ സ്മരിക്കണം. വായ്കൊണ്ട് ഒന്നും പറയേണ്ടതില്ല. ഭോജനം ഉണ്ടാക്കുകയും കഴിക്കുകയും ചെയ്യുന്ന സമയത്ത് ബാബയുടെ ഓർമ്മയിൽ തീർച്ചയായും ഇരിക്കണം. വരദാനം: സ്വാർത്ഥതയിൽ നിന്നും ഈർഷ്യയിൽ നിന്നും പ്രകോപനത്തിൽ നിന്നും മുക്തമായിരിക്കുന്ന ക്രോധമുക്തരായി ഭവിക്കട്ടെ. ഏതൊരു വിചാരവും നൽകിക്കൊള്ളൂ. സേവനത്തിനു വേണ്ടി സ്വയം തന്നെ ഓഫർ ചെയ്യൂ. എന്നാൽ വിചാരത്തിന് പിന്നാലെ ആ വിചാരത്തെ ഇച്ഛയുടെ രൂപത്തിൽ മാറ്റാതിരിക്കൂ. എപ്പോഴാണോ സങ്കല്പം ഇച്ഛയുടെ രൂപത്തിലേക്ക് മാറുന്നത്, അപ്പോൾ പ്രകോപനം വരുന്നു. എന്നാൽ നിസ്വാർത്ഥമായി വിചാരങ്ങൾ നൽകൂ. സ്വാർത്ഥത വെച്ചുകൊണ്ടല്ല. ഞാനാണ് പറഞ്ഞത്, അപ്പോൾ നടക്കുക തന്നെ വേണം. ഇങ്ങനെ ചിന്തിക്കരുത്. ഓഫർ ചെയ്യൂ. എന്തുകൊണ്ട്, എന്ത് എന്നതിൽ വരാതിരിക്കൂ. അല്ലാത്ത പക്ഷം ഈർഷ്യ, വെറുപ്പ്, ഇങ്ങനെ ഓരോരോ കൂട്ടുകാർ വരുന്നു. സ്വാർത്ഥതയും ഈർഷ്യയും കാരണം തന്നെയാണ് ക്രോധം ജനിക്കുന്നത്. ഇപ്പോൾ ഇതിൽ നിന്നും മുക്തമാകൂ. സ്ലോഗൻ: ശാന്തി ദൂതനായി സർവർക്കും ശാന്തി നൽകണം. ഇതുതന്നെയാണ് താങ്കളുടെ ഓക്കുപ്പേഷൻ. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. യോഗേശ്വരനായ ബാബ ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ആദി വരദാനമായി നൽകിയ യോഗീ ഭവ പവിത്ര ഭവ എന്ന വരദാനത്തെ ഞാൻ സ്മൃതിയിൽ കൊണ്ടുവരുന്നു. എൻ്റെ ആത്മസ്വരൂപത്തിൻ്റെ വാസ്തവിക അവസ്ഥയായ പവിത്രതയുടെ സ്ഥിതിയിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഈ പവിത്രതയാകുന്ന സ്വധർമ്മത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുമ്പോൾ എൻ്റെ സ്വരൂപം സ്വാഭാവികമായി ശാന്തവും സുഖമയവുമായി മാറുന്നു. എൻ്റെ അനാദി സ്വരൂപം പവിത്രതയുടെയാണ്. ആ പരമ പവിത്ര സ്ഥിതി അനുഭവിക്കുന്നതിന് ഓർമ്മയുടെ യാത്രയിലൂടെ ഞാൻ
പരമധാമത്തിൽ എത്തിച്ചേരുന്നു. ഈ പവിത്ര സ്വരൂപ അവസ്ഥയിൽ എൻ്റെ ആത്മഗ്രഹത്തിൽ ശിവബാബയുടെ സമീപം സ്ഥിതി ചെയ്യുന്നു. പവിത്രതയുടെ മഹാസാഗരമായ ശിവബാബയിൽ നിന്നും പവിത്രതയുടെ ദിവ്യ പ്രകാശകിരണങ്ങൾ ആത്മാവിൽ സ്പർശിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ പവിത്രതയുടെ ശക്തി നിറയുന്നു. പവിത്രതയുടെ തിളക്കം വർദ്ധിക്കുന്നു. പരമാത്മാവിൻ്റെ പരമപവിത്ര പ്രഭാവലയത്തിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുമ്പോൾ എന്നിൽ സ്വാഭാവികമായി മധുരതയുടെ ഗുണം ധാരണയാകുന്നു. സത്യതയുടെ ഗുണം ധാരണയാകുന്നു. വിനയം ധാരണയാകുന്നു. സന്തുഷ്ടത ധാരണയാകുന്നു. ഈ പവിത്ര അവസ്ഥയിൽ ഞാൻ പവിത്രതയുടെ ലൈറ്റ് ഹൗസായി വിശ്വത്തിലേക്ക് പവിത്രതയുടെ വൈബ്രേഷൻസ് വ്യാപിപ്പിക്കുന്നു. പരിധിയില്ലാത്ത ബാബയുടെ ഓർമ്മയിൽ ഈ ഉയർന്ന പവിത്ര സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ സഹജമായി സഹോദരഭാവം നിലനിർത്തുവാൻ കഴിയുന്നു. എൻ്റെ വാക്കിൽ മധുരതയും സത്യതയും നിലനിർത്തുവാൻ എനിക്ക് സാധിക്കുന്നു. എൻ്റെ കർമ്മത്തിൽ വിനയവും സന്തുഷ്ടതയും നിലനിർത്തുവാൻ എനിക്ക് കഴിയുന്നു. സർവപ്രാപ്തികളുടെയും ആധാരമായ ഈ മഹാശക്തിയെ ഞാൻ ബാബയുടെ ഓർമ്മയാകുന്ന ഛത്രഛായയിൽ ഇരുന്ന് ദൃഢതാപൂർവം നിലനിർത്തും.